അള്ളാന്റെ പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? അതായിരിക്കണം നമ്മുടേതും. ഇന്ന് വളരെയേറെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. പ്രവാചകന്റെ ചര്യകളിൽ ഓരോന്നും മൊത്തം പറയാൻ കഴിയില്ലല്ലോ. പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ആധുനിക യുവതലമുറയും ഇന്നത്തെ സ്റ്റുഡൻസും ഒക്കെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചെന്ന ഒരു ഹെയർ സ്റ്റൈലിന്റെ ഒരു കോലമുണ്ട്. ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചതാണ്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളും. ഒരു ദിവസം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാം, ഞാൻ പറയുന്നത് പടിഞ്ഞാറൻ സംസ്കാരമാറ്റോട് നമ്മുടെ ചെറുപ്പക്കാരൻ അവന്റെ ഹെയർ സ്റ്റൈലുകളിൽ അവർ പിന്തുടർന്ന് പടിഞ്ഞാറിനോടാണ്, പുണ്യനബിയോടല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുകയാണെന്നുള്ള ഇടത്തേക്ക് നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലിൽ പോയിരിക്കുകയാണ്. പ്രവാചകൻ മാതൃകയല്ലേ? പ്രവാചകൻ പറയാം, ഇബ്നു ഉമർ റളിയല്ലാഹു പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൽ ഖസഇ. അല്ലാഹുവിന്റെ പ്രവാചകൻ ക്രോപ്പ് ചെയ്യുന്നതിനെ നിരോധിച്ചിരിക്കുന്നു എന്നും, ക്രോപ്പ് ചെയ്യുന്നതിനെ നിരോധിച്ചു എന്നും. എന്താ ഈ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ? പല കൊൽത്തുലിനാഫിയങ്ങുമൽ ഖസ. എന്താണ് ഖസ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ്, അള്ളാന്റെ പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ തൊട്ട് വെടിയണം, അത് ചെയ്യരുത്. ഖസ് അള്ളാന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്, അത് വെടിയണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഖസ് എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനാണ്. മഹാൻ പറയാൻ, ശരിക്കും ശ്രദ്ധിച്ചോളണേ. നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ബാർബർ ഷാപ്പിലേക്ക് കൊണ്ടുപോയി ഒരു കുട്ടിയുടെ മുടി മുറിക്കുന്നതിന്റെ രീതി 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ റസൂൽ നിരോധിച്ച രീതിയിലാണോ? ചിന്തിക്കേണ്ടത് നമ്മളാണ്. പ്രവാചകന്റെ മാതൃകയാണോ റോൾ മോഡലാക്കേണ്ടത്? ആരെയാണ്? ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ ചുമരുകളിൽ ഇഷ്ടം പോലെ ഫോട്ടോസുകൾ ഉണ്ടാകും. അതിൽ ഫുട്ബോൾ താരങ്ങളുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. പക്ഷേ എല്ലാം ആണുങ്ങളായിരിക്കും, സ്ത്രീകളാവില്ല. ഈ ആഹേഷയെ നോക്കിയിട്ട് ഓരോന്നിനും ഓരോരോ പേരുണ്ട്. ഓരോന്നിനും തൊപ്പിക്കട്ട് കട്ടുണ്ട് അത്ര, മയ്യത്തും കെട്ടുണ്ട് അത്ര. താടിയും ഈ മുടിയുമായി കണക്ഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. ഒരു ബാർബറോട് ചോദിച്ചാൽ എത്രയും കട്ടികളുണ്ട് എന്നുള്ളത്, സ്റ്റൈലുകളുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ ചില കുട്ടികളൊക്കെ വന്ന് മുടിമുറിക്കാൻ വേണ്ടി വരുമ്പോഴേ അവർ പറഞ്ഞ സ്റ്റൈല് കേട്ടാൽ ബാർബർമാർ പോലും നെട്ടിപ്പോവാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, കുട്ടികളുടെ മുടിയുടെ ഒരു ഭാഗം ഉപേക്ഷിക്കളയുകയും ഒരു ഭാഗം നിർത്തുകയും ചെയ്യാനാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ മഹാനായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ കുട്ടിയെ കാണുകയാണ്. നമ്മളത് കുട്ടികളാണ് അധികം ചെയ്യാറുള്ളത്, ഒരു 20 ചുവട്ടിലുള്ളവരാണ് അധികം ചെയ്യാറുള്ളത്. എന്നാൽ ചില പ്രായമായവരും അങ്ങനെ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? അത് ചെയ്യുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ താടി കളയാൻ നിറച്ചത്, അത് നിറച്ചത് കൊണ്ട് കളയുന്നത് പോലെ ആളുകളുടെ നിരക്ക ബാക്കിലാണ് അത് കയറി വരുന്നത്, അത് മുകളിൽ അങ്ങനെ കയറി വരില്ല. അപ്പോ ആ നിറം മറക്കാൻ വേണ്ടി ബാക്ക് ഭാഗം മൊത്തം ചെറുതാക്കി ഇതേപോലെ ചെറുതാക്കുന്ന ആളുകളുണ്ട്. ഞാനിത് പറയുന്നത് നിസ്സാരമാണ്, വളരെ നിസ്സാരമാണിത്. എന്നാൽ ഇത് ഭയാനകരവുമാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാൻ, ഈ ചെയ്യുന്ന പണി അബദ്ധാണെന്നും അതും ചെയ്യുന്നത് കയ്യുമീൻ കാലിമൊന്നല്ല, ഏറ്റവും മർമ്മപ്രധാനമായ ഹെഡിലാണ്. ഹെഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ തലക്കുള്ള സുരക്ഷയും സേഫ്റ്റിയും ഇല്ലാതെ പോലീസുകാരന്റെ മുമ്പിലൂടെ പോയാൽ അവന് ഫൈൻ ചെയ്യേണ്ടി വരും, അടക്കാവുന്നതാണ്. അഥവാ ഹെൽമറ്റ് എന്ന് പറഞ്ഞത് അത് തലക്കുള്ളത്, വേറെ എവിടെയും സേഫ്റ്റി കൊടുക്കുന്ന ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. ഹെൽമറ്റ് തലയുടെ സുരക്ഷയാണ്, അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. തലയുടെ ഉള്ളിലുള്ള തലച്ചോറ് നോക്കൂ നിങ്ങൾ, എത്ര വലിയ സുരക്ഷയിലാണ് അത് അവിടെ വെച്ചത്, വലിയ സുരക്ഷയിൽ വെച്ചത്. അത്ര വലിയ സുരക്ഷയിൽ വലിയ തലയോട്ടിക്കുള്ളിലാണ് തലച്ചോറുള്ളത്. എന്താണെന്നറിയോ? ആ തലച്ചോറിന്റെ അകങ്ങളിൽ കോടനൂന് കൂടിഞ്ഞ രമ്പുകളാണ്. നമ്മൾ സാധാരണ എക്സ്ചേഞ്ചിലൊക്കെ പോകുമ്പോൾ കാണാറുള്ളത് പോലെ
ഓരോ വയറ് കൊടുത്തതുപോലെ നമ്മുടെ തലച്ചോറ് ഓരോ ചുവന്ന ചെറിയ ഞാടി ഞരമ്പുകൾ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഒരു അത്ഭുതമാണത്. ഈ തലയുള്ള തലത്തൊട്ടിയാണത്. അതിന്റെ തലക്കുള്ള തലച്ചോറിനെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്ത തലയൊട്ടികളായത്. ഈ തല സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് ഏത് കോലമാകണമെന്നും പുണ്യനെ പഠിപ്പിച്ചു നമ്മളോട്. അതുകൊണ്ട് തലയുടെ കുറഞ്ഞ ഭാഗം മുടി കളയുകയും ബാക്കി ഭാഗം നിർത്തുകയും ചെയ്യുന്നത് പുണ്യ റസൂലിന്റെ ചര്യക്ക് എതിരാണ്. അള്ളാഹു അതിന്റെ റസൂലിന്റെ മാതൃകക്ക് എതിരാണ്. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകൾ നിങ്ങൾ പിന്തുടരും. എന്റെ ചര്യയല്ല. ശിബിറം ബിശിബർ, ചാണോട് ചാണ് നിങ്ങൾ അവരോട് തുടരും. മുഴത്തിനും മുഴമായി നിങ്ങൾ അവരോട് പിന്തുടരും. ഇത്രത്തോളം പുണ്യ നബി പറഞ്ഞ് ഒരു മാളത്തിൽ ഉറുമ്പിന്റെ മാളത്തിലേക്ക് അവർ പോകുന്നതെങ്കിൽ നിങ്ങൾ അവരോട് പിന്തുടരും. ആരാത്? യഹൂദിന സഹാക്കളാണോ? പ്രവാചകൻ ഇത്രമാത്രം ഇവരോട് പിന്തുടരുന്ന രീതിയിൽ ഇന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ സംസ്കാരത്തെ വാരിപ്പുണരും. അവരെ ചര്യകളാണ് ഇവരെ പിന്തുടരുന്നത്. അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പോയാൽ അതിലേക്ക് അവർ പോകും. ഇത് പറയുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. 14 നൂറ്റാണ്ട് മുമ്പാ പറഞ്ഞത്. 14 നൂറ്റാണ്ട് മുമ്പ്. നോക്കൂ നിങ്ങൾ, ഇതിന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഹാദൽ ഹദീസ് അലാമത്തും മിൻ അലാമാത്തി നുബുവ്വതിഹി വദലാലത്തും മിൻ ദലാലാത്തി സിദ്ഖി റിസാലതി. അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ്, പ്രവാചകന്റെ റിസാലത്ത് സത്യമാണ് എന്ന് ശക്തമായ രീതിയിൽ ഫഖദ് അഖ്ബറ ബിഗൈബിൻ അന്നഹു സയകൂനു ബഅദു, അന്ന് ഉണ്ടായിട്ട് പിന്നെ ഇത് ശേഷം വരാൻ പോകുന്നുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. അത് വന്നില്ലേ? ഇത് പറഞ്ഞതെന്ന ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ നോക്കൂ നിങ്ങൾ. ആരതാ ഇല്ലാത്തത്? രക്ഷിതാക്കളാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറയുന്നു, അത് വിശ്വാസികളുടെ പുണ്യ നബിയുടെ ചര്യയല്ല. 3 രീതിയിലാണ് പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ ഉള്ളത്. ഏതെന്നറിയൊന്നു? ഒന്ന്, പ്രവാചകന്റെ മുടി മുഴുവനും ബാക്കിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ചെവിത്തട്ടയോട് കണക്കാക്കി മുറിക്കലാണ്. എല്ലാം ബാക്കിലേക്ക് വെച്ചിട്ട് ഇത് ഒരു രീതിയാണ് പ്രവാചകന്റെ ഹെയർ സ്റ്റൈൽ. ആ ഒരു രീതി അത് പ്രവാചകന് ആ വിഷയത്തിൽ റോൾ മോഡലാക്കാവുന്നതാണ്. മുടി മുഴുവനും വളർത്തിയിട്ട് ബാക്കിൽ വെച്ചിട്ട് മുറിക്കാൻ. പെണ്ണുങ്ങളെ പോലെ പിന്നാമ്പുറത്തേക്ക് വളർത്തലല്ല, ചെവിത്തട്ടയോട് കൂടിയിട്ടത് മുറിക്കുന്ന പണി ഇത് ഒന്നാണ്. രണ്ടാമതുള്ളത് മഹാനായ പ്രവാചകൻ തന്നെ കാണിച്ചു തന്നത് തലയിലെ ഈ കാണുന്ന മുടി മുഴുവൻ ഒരേപോലെ മുറിക്കലാണ്. എവിടെയും കൂടുതലുമില്ല, കുറവില്ല. മൂന്നാമത്തത് മുഴുവനും കളയലാണ്. ഈ 3 സ്റ്റൈലുകളല്ലാതെ വേറൊരു ഹെയർ സ്റ്റൈൽ പഠിപ്പിച്ചിട്ടില്ല പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ നഹൈതുകും അൻ ഫജ്തനിബു വമാ അമർതുകും ബിഹി ഫൗതു ബിഹി മസ്തതൈതും. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി നിങ്ങളത് കൊണ്ടുവരിക തന്നെ ചെയ്യാം. ശിബിറമ്പി ഷിബിർ എന്ന് പറഞ്ഞു, ചാണോട് ചാണം എന്ന് പറഞ്ഞല്ലേ. യദുല്ലു അലാ അന്ന ഹാദാ അത്തശബ്ബുഹ വൽഇത്തിബാ യകൂനു ഫീ ഖസീരിൽ അം വതവീരി വസഗീരി വകബീരി വജലീലിഹി വഹഖീരി. എല്ലാത്തിലും ഇവരോട് പിന്തുടരുമെന്ന. ഇത് വെറും മുടിന്റെ കാര്യത്തിൽ മാത്രമല്ല, താടിന്റെ കാര്യത്തിൽ മാത്രമല്ല, വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിസ്സാരമായി നമ്മൾ കാണുന്നതിൽ പോലും അവരോട് പിന്തുടരും. ശിബറം ബിശിബർ. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ട് നമ്മളോട് ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മറ്റുള്ള അവിശ്വാസികളായ ആളുകളോട് നിങ്ങളുടെ രീതി അവർക്ക് പോലെയാവാൻ പാടില്ല. ഖാലിഫുൽ മജൂസ്, മുസ്ലിമിനെ പോലെ മറ്റൊന്ന് കാണാം, നിങ്ങൾ മജൂസികളോട് നിങ്ങൾ സാദൃശ്യമാകരുത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. എന്താ കാര്യം എന്നറിയോ? ആരുടെയെങ്കിലും രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ പെട്ടവനാ നീയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ പറഞ്ഞ ഉടുമ്പിന്റെ മാളത്തിലേക്ക് പോയാൽ പോകുന്ന അത്രമാത്രം പടിഞ്ഞാറൻ സംസ്കാരം വാരിപ്പുണരാൻ ഇത്രമാത്രം വലിയ പുണ്യ നബിയുടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നല്ല മാതൃകയും റോൾ മോഡലാക്കാൻ പറ്റിയ പുണ്യ നബിയുടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പടിഞ്ഞാറിന്റെ പഴയ സംസ്കാരങ്ങൾ വാരിപ്പുണരാനാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമ്പിന്റെ മാളത്തെ കുറിച്ച്, എന്ത് പാമ്പിന്റെ മാളം പറയായിരുന്നു, ഉടുമ്പിന്റെ മാളം അത് ഇരുൾ മുറ്റിയതാണ്. ആ മാളത്തിന്റെ ഉള്ളിലേക്ക് വളരെ ഇടുങ്ങിയതാണ്.
വളരെ ഉടുമ്പിനെ കണ്ടാൽ തന്നെ ഒരു ചെടിപ്പാണ്, ഒരു അറപ്പാണ്. നമ്മളതിനെ കാണാൻ താല്പര്യപ്പെടില്ല. ശവങ്ങളൊക്കെ വിഴുങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ ഉടുമ്പ് ഭക്ഷിക്കാവുന്നതാണ്. അള്ളാന്റെ റസൂൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോ ഭക്ഷണം കൊണ്ടുവന്നപ്പോ മാംസം കണ്ടപ്പോ ഇത് ഏതാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉടുമ്പിൻ്റെതാണ്. പറഞ്ഞു ഉടുമ്പിൻ്റെതാ, അത് മാറ്റി വെച്ചോളൂ, നിങ്ങൾ കഴിച്ചോളൂ, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഹലാലാണ്, പക്ഷേ ഉടുമ്പിൻ്റെത് കഴിക്കാൻ പെണ്ണിനൊരു കഥലി ചെടിപ്പ് തോന്നി മാറ്റി വെച്ചു. ഈ ഉടുമ്പിൻ്റെത് ദുർഗന്ധമാണ്, കാണാൻ വിരൂപിയാണ്, ദുർഗന്ധം വമിക്കുന്ന മാളമാണ്. അതിലേക്ക് വരെ ഈയന്മാർ പടിഞ്ഞാറൻ സംസ്കാരം വാരിപ്പുണരുന്നവൻ, നെഞ്ചോട് ചേർക്കുന്നവൻ, അവന്റെ പിന്നാലെ പോകും. അവന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ, അവന്റെ ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ, അവന്റെ താടിയുടെ മീശയുടെ കാര്യത്തിൽ, എല്ലാറ്റിലും അവരെ വാരിപ്പുണരുകൊണ്ടേയിരിക്കും. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ വല്ലാത്ത തലയോട് കാണിക്കുന്ന ഒരു അധർമ്മവും കൂടിയാണിത്. നോക്കൂ നിങ്ങൾ, തലയോട് നമ്മൾ മാന്യത കൊടുക്കണം. തലയോടെ ഒരു ഭാഗം കളഞ്ഞാൽ മറുഭാഗം നിർത്തരുത്. ഈ ഭാഗമൊക്കെ തലനിയല്ലേ. മഹാന്മാര് പറയാൻ ഇതൊരു അക്രമമാണ്. നമ്മളെ കുട്ടികളെ മുടിയൊക്കെ നമ്മൾ ഇവിടെ കുറച്ച് മുറിക്കുന്നു, മുകൾ നിർത്തുന്നതൊക്കെ തലയാണ്. ഈ തലയുടെ ഒരു ഭാഗത്തോട് അനീതി കാണിക്കുന്നു, മറ്റൊരു ഭാഗത്തോട് അപ്പോ ഒന്ന് മുടിയുള്ള രീതിയിൽ, മറ്റൊരു നഗ്നമാണ്. ഈ ഭാഗത്ത് തല മറച്ചിട്ടുള്ള നഗ്നമായി, നഗ്നത തല മറച്ചത് മുടി കൊണ്ടാണ്, അത് മറച്ചിരിക്കുന്നു. എന്നാൽ എല്ലാം മറക്കണം, അല്ലെങ്കിൽ മൊത്തം കളയണം. അപ്പോഴല്ലേ തലയോടെ നീതി ചെയ്യുന്നത്. അള്ളാന്റെ റസൂൽ ഇതുപോലെ കാണാം. മഹാനായ പ്രവാചകൻ ഒരൊറ്റ ചെരുപ്പിട്ട് നടക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞു. ഒരു ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. എന്താ കാര്യം എന്നറിയോ? രണ്ട് കാലിലും ഒരുപോലെ. ഒരു കാലിൽ ചെരുപ്പിട്ട് നടക്കുമ്പോൾ മറ്റേ കാൽ എന്താ വിചാരിക്കുന്നത്? അവൻ വലത്തെ കാലിൽ ചെരുപ്പിട്ട് നടക്കുന്നു, ഞാൻ കല്ലിലും മുള്ളിലും നടക്കുന്നു. അനീതിയല്ല ഇത്, അനീതിയല്ല ഇത്. ഒറ്റ ചെരുപ്പിൽ ഇതേപോലെയാണ്. തലയുടെ ഒരു ഭാഗം കളയുന്നു, ഒരു ഭാഗം നിർത്തുന്നു. ഒന്നിരിക്കൽ രണ്ട് കാലിലും ഒന്നിച്ച് ചെരുപ്പിട്ടോളണം. ഇടുന്നിടത്ത് വലത്തതിന് മുന്തിക്കണം, അത് ഓക്കെ. പക്ഷെ ചെരുപ്പ് ഒറ്റക്കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുതേ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകന്റെ നീതിയാണ്, അതൊരു അക്രമമാണ്. എന്തുകൊണ്ട് ഇടത്തേക്കാലിനോ വലത്തേക്കാലിനോ ചെരുപ്പില്ലാതെ ഒന്നിന് മാത്രം വിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നാലോ മുടി മൊത്തം കളയുന്നത് ജൂതന്മാരുടെ ഏർപ്പാടാണ്, ഈ മജൂസിയാക്കൾ ചെയ്യുന്നതാണ്. അബൂജഹലൊക്കെ ഒക്കെ മൊട്ടയടിച്ചിരുന്ന ആളാണ്, അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് മുഴുവനും കളയാനാണ്, മുഴുവനും കളയാനാണ് എന്ന് പറഞ്ഞാൽ മൊട്ടയടിക്കുക എന്ന് പറയും. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഹജ്ജിനൊക്കെ പോകുമ്പോൾ മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ നിന്നുള്ള മുടികൾ ഓരോന്നും കളഞ്ഞപ്പോഴേ മഹാന്മാരായ സഹാബിവര്യന്മാർ ആ മുടികളൊക്കെ സ്വീകരിച്ചതും ആ മുടി കൊണ്ട് ഉപയോഗിച്ച് പലരും പല രീതിയിലും ബർക്കത്തെടുത്തതും ഒക്കെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അത് തല മുണ്ഡനം ചെയ്തപ്പോഴാണ്. ആ ഒരു രീതി പ്രവാചകന്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ സുന്നത്ത് പിന്തുടർന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു തല മുണ്ഡനം ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ കേരളത്തിലെ പല പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യുന്നവരാണ്. ഓക്കെ, പ്രവാചകൻ അനുവദിച്ച 3 ഒന്നാണ്. അത് പ്രവാചകന്റെ ചര്യയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പഠിപ്പിച്ചതാണ്. എന്നാലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമുണ്ട്, മരണപ്പെട്ടു ഷഹീദാണ്. അത് ആ മഹാനുഭാവന്റെ വീട്ടിൽ കുട്ടികളൊക്കെ പാവങ്ങളാണ്, അനാഥവരാണ്, അനാഥ മക്കളാണ്. അവരോട് പറഞ്ഞു, അവിടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ സഹോദരന്റെ മേലിൽ നീ കരയുന്നു, 3 ദിവസങ്ങൾ കരഞ്ഞല്ലേ നീ കരയരുത്. എന്നിട്ട് പറഞ്ഞു, ജാഫറിന്റെ കുട്ടികളൊക്കെ നിങ്ങൾ വിളിച്ചേ. എല്ലാവരും കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ ഈ തൂവൽ വെക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെയാണ്, അവ ചെറുതാന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു, ഉദൂരിൽ ഹല്ല, മുടി മുണ്ഡനം ചെയ്യുന്ന ആളെ കൊണ്ടുവരണം. ആളെ കൊണ്ടുവന്നു. ജാഫർ റളിയല്ലാഹുവിന്റെ മകനുണ്ട്, ആലി ജാഫർ, അബ്ദുല്ലാഹി ബിൻ ജാഫർ ബിൻ ജാഫർ പറയാൻ, ഞാൻ എൻ്റെ മുടി അങ്ങനെ കളഞ്ഞു, മുടി കളയാവുന്നതാണ്.
ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് പിന്തുടരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഖുർആൻ പറയുന്നുണ്ട് ലാ തഖൂമു ഹത്താ തഅഖുദ ബിഅഖദിൽ ഖുറൂനി ഖബ്ലഹ. മുൻഗാമികളുടെ ചരിത്രങ്ങളും അവരുടെ ചര്യകളും പിന്തുടരുന്നാതെ ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇത് പുതിയതാണ്, ഇതൊക്കെ എന്നോ പഴഞ്ചനാണ്, വളരെ പഴഞ്ചനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മറ്റു മതസ്ഥരായ ആളുകളുടെ പഴയകാല ഒരു 1980 അല്ലെങ്കിൽ 1980 അല്ലെങ്കിൽ 900 1800 ഒക്കെയുള്ള അന്നത്തെ ചില പഴയ ഫോട്ടോസ് ഉണ്ടാവും. അവിടെയൊക്കെ നോക്കുമ്പോൾ മറ്റു മതസ്ഥരായ ആളുകൾ മുടി കുടുംബ വെച്ചിട്ടുണ്ടാകും മുകളിൽ, ഇവിടെ എല്ലാം മടിച്ചിട്ടുണ്ടാകും. അതൊരു മതാചാരാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഇതൊക്കെ അവർ പഴയ കാലത്ത് മറ്റുള്ള ആളുകൾ ചെയ്തിരുന്ന സംസ്കാരങ്ങളാണ്. കാരണം എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസികളുടെ അടയാളം പറഞ്ഞു കൊടുത്ത് ഹൈന്ദവ ദാർശനികന്മാർ പറഞ്ഞ വിഷയമായത് എന്താണെന്നറിയോ? ശിഖാഹീന ശ്മശ്രുതാരി. മഹാനായ പ്രവാചകന്റെ അനുയായികളുടെ അടയാളം പറഞ്ഞെടുത്ത്, ആരടയാളം? പ്രവാചകാനുയായിയുടെ അടയാളം പറഞ്ഞെടുത്ത് പറയാൻ ശിഖാഹീന ശ്മശ്രുതാരി. അവർക്ക് ശിഖാഹീന കുടുംബയുണ്ടാവില്ല. അവർ മൊത്തം ഒരുപോലെ മുറിക്കും, അല്ലെങ്കിൽ മൊത്തം കളയും. നേരെ മറിച്ച് മുകളിൽ കുടുംബ വെക്കുന്ന ചുറ്റുഭാഗവും കളഞ്ഞിട്ട് മുകളിൽ കുടുംബ വെക്കുന്ന ഏർപ്പാട് അത് വിശ്വാസികൾക്കുള്ളതല്ല. ശിഖാഹീന ശ്മശ്രുധാരി സദുഷക. അവർ ശ്മശ്രുധാരി, താടി ധരിച്ചവരാവും. വിശ്വാസികളുടെ അടയാളം മറ്റുള്ള ദാർശനികന്മാർ അവിടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശ്വാസികൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾ, ആ പ്രവാചകന്റെ ചര്യയുണ്ട്. ആ ചര്യയാണ് ശ്മശ്രുധാരി സദുഷക. അവർ താടി വെക്കുകയും മുടിയുടെ കുടുംബ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് പ്രവാചക അനുയായികളുടെ ചര്യയാണ്, അവരുടെ രീതിയാണ്. അത് പ്രവാചകന്റെ ചര്യയാണ്. എന്തുകൊണ്ട് അറിയോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ. ഇവിടെയാണ് പോയിന്റ്. ഇതാർക്കുള്ളതറിയോ? അള്ളാന്റെ അടുത്തേക്ക് പോകണമെന്ന് താല്പര്യമുള്ളതാണ്. അള്ളാന്റെ അടുത്ത് ഇതിനൊക്കെ പുണ്യവും കിട്ടും, ശിക്ഷ ഉണ്ടാവും എന്ന് കരുതണമുള്ളതാണ്. മറ്റൊരു വിഷയമുള്ള കാര്യം എങ്ങനെയാവാം? ഖിയാമത്ത് നാളിനെയും വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നവനുള്ളതാണത്. അവർക്കുള്ള റോൾ മോഡൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നു. ബാർബർമാർക്കൊക്കെ ഇപ്പൊ എങ്ങനെ അറിയൂ? ആ ഒരു രീതിയിലെ ഇന്നവർക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പ്രവാചകൻ മാതൃകയുണ്ടെന്ന് പറയുന്നത് വളരെ നിസ്സാരം. തലമുടിയിൽ പോലുമുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കണ്ടി. അവന്റെ കുട്ടി ഇപ്പൊ റബീഉൽ അവ്വലൊക്കെ വരാൻ പോവാണ്. അപ്പൊ റബീഉലിന്റെ പരിപാടികൾ നടക്കാൻ വേണ്ടി പോവാണ്. കുട്ടികളൊക്കെ പ്രവാചകന്റെ മധു പറയുമ്പോ ഇതേ സ്റ്റേജിലായിരിക്കും സ്റ്റേജിൽ ഉണ്ടാവുക. ആരാണത്? കുട്ടി ഉത്തരവാദിയല്ലേ? ബാർബർ ഷോപ്പിൽ പോയാൽ അങ്ങനെ അറിയൂ. ഇന്നിപ്പോ ഏതൊരുത്തനും ഏറ്റവും നല്ല വരുമാനമുള്ള പരിപാടിയാണ് ഈ ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞത്. വിദേശത്തൊക്കെ പോയാലും മറ്റുള്ളവരൊന്നുമില്ല, പ്രത്യേക വിഭാഗമൊന്നുമില്ല. ആർക്കും കത്തി ഉണ്ടെങ്കിൽ അത് തല കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പഠിച്ചാൽ ഇന്ന് ഇഷ്ടംപോലെ ജോലി സാധ്യതയുള്ളതാണ് ഇത്. കാരണം നാളെ തന്നെ ഇന്ന് പോയാൽ നാളെ അത് വലുതായി വരികയാണ്, പിറ്റേന്ന് ജോലിയാണ്. ഇവന്റെ ജോലിക്ക് അവസാനിക്കൂല, മറ്റുള്ള രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോ ചുമരിൽ കാണുന്ന പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അങ്ങനെയാവണമെന്ന് പറയാതെ മഹാനായ പുണ്യനബി പഠിപ്പിച്ചു തന്ന ഈ 3 രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാവണം. അത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ജഗന്നിയന്താവായ തമ്പുരാൻ പ്രവാചകരോട് പിന്തുണ നമുക്ക് തൗഫീഖ് നൽകും.